ഇന്ന് ദുഃഖവെള്ളി. ആർക്കാണ് ദുഃഖം? എന്തിനു ദുഃഖം? ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇന്ന് ദുഃഖവെള്ളിയും ക്രൈസ്തവ മതക്കച്ചവടക്കാർക്ക് ഇന്ന് ഗുഡ് ഫ്രൈഡേയുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടത അനുഭവിച്ചുള്ള ക്രൂശുമരണത്തെ മതക്കച്ചവടക്കാർ എന്തുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നതിന് പൗരോഹിത്യവർഗം പല ന്യായീകരണങ്ങളും നൽകുന്നുണ്ട്. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് തങ്ങൾക്ക് തൊഴിലുറപ്പും സാമ്പത്തിക അടിത്തറയും കിട്ടിയതിൻ്റെ നാമത്തിലാണ് അവർ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത് എന്നതാണ് കൂടുതൽ വിശ്വസനീയമായ ന്യായീകരണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണം കൊണ്ട് മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപം പോക്കി എന്ന് മുണ്ണക്കുഞ്ഞാടുകളെ വിശ്വസിപ്പിച്ച് മോഹിപ്പിച്ച് ആശ്വസിപ്പിച്ച് അവരെ കച്ചവടമടിക്കുവാൻ തുടങ്ങിയിട്ട് 2000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്തവന്മാരുടെ പലതരത്തിലുള്ള അനുകരണങ്ങൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ക്രൂശും ചുമപ്പിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങൾ, സ്ലീബാകുമ്പിടൽ, അങ്ങനെ പലതും. എന്നാൽ സകലതും അനുകരിക്കുന്ന ഒരൊറ്റ പാതിരിയെങ്കിലും ഒരു മിനിറ്റെങ്കിലും കുരിശിൽ കിടക്കുവാൻ തയ്യാറാകുമോ? 3-ാം ദിനം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ഇത്രയും ദുഃഖം ആവശ്യമുണ്ടോ? ആർക്കാണ് ദുഃഖം? എന്തിനാണ് ദുഃഖിക്കുന്നത്? ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം എന്ന് വളരെ മനോഹരമായി പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു സംസാരിക്കുന്നു. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച. ആർക്കാണ് ദുഃഖം? എന്തിനു വേണ്ടിയാണ് ദുഃഖം? ദുഃഖിച്ചിട്ട് എന്താക്കാനാണ്? 3 ലളിതമായ ചോദ്യങ്ങൾ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ പ്രാരംഭത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് പലർക്കും അസ്വസ്ഥതയുണ്ടാക്കും എന്നത് അറിയാമെങ്കിലും അത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ആ കടമ നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ആർക്കാണ് ദുഃഖം? എന്തിനു വേണ്ടിയാണ് ദുഃഖം? ദുഃഖിച്ചിട്ട് എന്താക്കാനാണ്? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ദുഃഖ വെള്ളിയാഴ്ച എന്ന് നാം പറയുന്നു. ഇന്നേ ദിവസം നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണവും അത് സംബന്ധമായ പീഡാനുഭവവും ഓർത്ത് ദുഃഖിക്കുന്നു എന്ന ഒരു പ്രഹസനത്തിൽ രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ വർഷത്തിൽ മറ്റു ദിവസവും പള്ളിയിൽ കയറാത്ത ആളുകൾ പോലും ഇന്നേ ദിവസം വളരെ കൃത്യമായി ഹാജരാകുകയും അവിടെ നടക്കുന്ന പീഠാനുഭവ കേന്ദ്രീകൃത ധ്യാനത്തിൽ ഭയഭക്തിപൂർവ്വം പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു താരിപ്പ് നമുക്കുണ്ട്. നല്ലതാണ്. ഞാൻ താരിപ്പുകൾക്ക് പൂർണ്ണമായും എതിരല്ല. പക്ഷേ താരിപ്പുകളെ അർത്ഥശൂന്യമാക്കുകയും അത് യാന്ത്രികമായി ആവർത്തിക്കുകയും ചെയ്യുന്നത് മനുഷ്യ അന്തസ്സിനെ അപമാനിക്കുന്ന പരിപാടിയാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ അപ്രകാരമുള്ള അവസ്ഥയിൽ താരിപ്പുകളെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് മനുഷ്യർക്ക് അനുയോജ്യമായ ഒരു ക്രമീകരണമല്ല എന്ന ഒരു നിലപാടിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് താരിപ്പുകൾ ഉപേക്ഷിക്കണമെന്നല്ല എൻ്റെ പക്ഷം. എൻ്റെ പക്ഷം വളരെ കൃത്യമാണ്, ലളിതമാണ്. താരിപ്പുകളിലെ അർത്ഥമന്വേഷിക്കുകയും അവയെ അർത്ഥവത്താക്കുകയും അർത്ഥപൂരിതമാക്കുകയും ചെയ്യണം എന്നതാണ് എൻ്റെ നിലപാട്. വർഷത്തിൽ ഒരു ദിവസം യേശുവിൻ്റെ പീഡാനുഭവത്തെ കേന്ദ്രീകരിച്ച് ധ്യാനിക്കുന്നതിനെ മാറ്റിവെക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഒരാഴ്ചവട്ടം അതിനു വേണ്ടി നിയമിച്ചാക്കുന്നത് നല്ലത് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ നാം അത് ചെയ്തത് കൊണ്ട് അതിൽ എന്ത് ആത്മാർത്ഥതയാണ് കുടികൊള്ളുന്നത്? ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകണമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു ലളിതമായ കടമ നമുക്കുണ്ട്. പക്ഷേ അത് ആർക്കെങ്കിലും ബോധ്യമുള്ളതായി എനിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ചോദ്യം ഈ ദിവസം മറ്റാരും ചെയ്യാൻ കൂട്ടാക്കാത്തത് കൊണ്ട് മാത്രം
ചെയ്യേണ്ടി വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ ദിവസമെങ്കിലും നമുക്ക് സത്യസന്ധമായ ചില കാര്യങ്ങൾ പരിഗണിക്കാം. കർത്താവ് യേശു ക്രിസ്തു സത്യത്തിൻ്റെ ആവിഷ്കാരമാണെന്നറിയാൻ വയ്യാത്ത ക്രിസ്ത്യാനികളിലല്ലോ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാൽ അതേസമയം തന്നെ മതത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം, മതം സ്ഥാപിക്കുന്ന നിമിഷം മുതൽ അതിൻ്റെ പ്രവർത്തന രീതിയിൽ സത്യത്തേക്കാൾ അസത്യത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആത്മീയതയിൽ നിന്ന് മതത്തിലോട്ട് നാം പ്രവേശിക്കുമ്പോൾ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് ലോക ചരിത്രം, മനുഷ്യരാശിയുടെ മതചരിത്രം നമ്മെ അറിയിക്കുന്നത്. ആ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതലായി പ്രതിപാദിക്കാൻ പോയാൽ സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് മാത്രം ഞാൻ അന്ന് അടയാളപ്പെടുത്തി മാറ്റിവെക്കുകയാണ്. അപ്പോൾ യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ ഓർക്കുന്ന ഈ ദിവസം നമുക്ക് സത്യസന്ധമായി നമ്മോട് തന്നെ ചോദിക്കണം, നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി ദുഃഖമുണ്ടോ? ദുഃഖമുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിൽ ആത്മാവിനും സത്യത്തിലും ദുഃഖമുണ്ടെങ്കിൽ, നാം ആദ്യമായി ചെയ്യുന്നത് യേശു എന്തുകൊണ്ട് പീഡനം അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കേണ്ടി വന്നു, ഈ യാതനകൾ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന ഒരു ചോദ്യം നാം ചോദിക്കുകയില്ലേ? ഇപ്പോൾ നമുക്ക് പ്രിയമുള്ള ആർക്കെങ്കിലും ഒരു വലിയ അപകടമുണ്ടായി, നാം തീർച്ചയായും ചെയ്യുന്ന കാര്യം അത് എന്ത് അപകടം എന്ന് മാത്രമല്ല, എന്തുകൊണ്ടതുണ്ടായി എന്നും കൂടെ നാം ചിന്തിക്കും. അതിന് യാതൊരു സംശയമില്ല. ആ സംഭവത്തെപ്പറ്റി നമുക്ക് അല്പമെങ്കിലും ചിന്തയോ ആകുലതയോ ഉണ്ടെങ്കിൽ അതിലൊരു അന്വേഷണ ബുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം, യേശു എന്തുകൊണ്ടാണ് ഇത്രമാത്രം കഷ്ടം സഹിക്കേണ്ടി വന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം തന്നെ യേശു ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ യേശു സത്യമായതുകൊണ്ടാണ്. സത്യമായവൻ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിക്ക് ഉള്ളിൽ പ്രവേശിച്ച് അവിടെ മനുഷ്യരെ, അസത്യത്തിൻ്റെ അന്ധകാരത്തിൽ ആണ്ടുപോയ മനുഷ്യരെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മുഖം തിരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ പീഡനം അനുഭവിക്കും, അവൻ കഷ്ടപ്പാട് അനുഭവിക്കും, അവൻ വലിയ അപകടം സഹിക്കേണ്ടി വരും എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിത അവസ്ഥയിൽ നിന്ന് ഒരിക്കലും അറ്റുപോകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നാം മനസ്സിലാക്കുന്നുണ്ടോ, സ്വീകരിക്കുന്നു എന്നത് ഈ ദിവസത്തിൽ നമ്മെ തുറിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നാം യേശുവിൻ്റെ കഷ്ടപ്പാട്, യേശുവിൻ്റെ പീഠാനുഭവം, ഇതിനെപ്പറ്റി വളരെ വൈകാരികമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമുക്ക് കഷ്ടപ്പാട് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് യേശുവിനോട് ഇത്രമാത്രം താല്പര്യവും അനുകമ്പയും അനുഭവിപ്പാൻ കാര്യം, നമുക്ക് വേണ്ടി ഇങ്ങനെ നമുക്ക് വരേണ്ട അപകടം, നമുക്ക് വരേണ്ട കഷ്ടപ്പാട് ഏറ്റെടുക്കാനായിട്ട് ഒരാളുണ്ടല്ലോ എന്നതാണ്. അല്ലാതെ യേശുവിന് കഷ്ടപ്പാട് വന്നതിനെപ്പറ്റി ദുഃഖിക്കുന്നതല്ല. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചവൻ, ഞങ്ങൾ സഹിക്കേണ്ട പീഡനം ഏറ്റുവാങ്ങിയവൻ, അങ്ങനെ ഒരാൾ നല്ലതാണ്, അങ്ങനെ ഒരാൾ പോയല്ലോ എന്നോർത്തിട്ടാണ്. അല്ലാതെ നമുക്ക് യേശുവിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നെഞ്ചത്ത് കേൾച്ചങ്ങനെ പറയാനൊക്കില്ല, എനിക്ക് പറയാനൊക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്നെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ പാപഭാരം ഏറ്റെടുക്കാൻ മറ്റൊരാളിൽ നിന്നില്ലല്ലോ എന്നത് മാത്രമാണ്. അപ്പോൾ നമുക്ക് സത്യസന്ധമായി വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്പസത്യസന്ധത പാലിക്കുന്നത് ഉചിതമല്ലേ? അതുകൊണ്ട് വരുന്ന നഷ്ടം നമുക്കങ്ങ് സഹിച്ചുകൂടെ? അപ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, സത്യമായി നമുക്കാർക്കും യേശുവിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി വലിയ ദുഃഖമൊന്നുമില്ല. ദുഃഖമുണ്ട് എന്ന് നാം നടിക്കുകയാണ്. കാരണം അങ്ങനെ നടിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ കടമയാണ് എന്നൊരവസ്ഥയിൽ നാം ആയിരിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നടിക്കുവാൻ നിർബന്ധിതനായി തീരുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ക്രൂശിനെ കണ്ടാൽ ബഹുമാനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ക്രൂശിനെ പറ്റി നാം എന്താണ് ധരിച്ചിരിക്കുന്നത്? ഒരുത്തൻ അനധികൃതമായി കയ്യേറിയ ഭൂമിയിൽ ഒരു വലിയ കോൺക്രീറ്റ് ക്രൂശ് കൊണ്ടുവച്ചു.
അദ്ദേഹം ഒരു വലിയ അത്ഭുത രോഗശാന്തി വിദഗ്ധനാണ്, എല്ലാവർക്കും സുപരിചിതനാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ ക്രൂശിൻ്റെ പ്രയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. പല വിധത്തിൽ നാം ക്രൂശ് എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചില പ്രഹസനങ്ങളുടെ, ചില സങ്കല്പങ്ങളുടെ, അർത്ഥശൂന്യമായ സത്യസന്ധതയില്ലാത്ത ചില നിലപാടുകളുടെ അടയാളങ്ങളായിട്ടാണ് നാം ഇവയെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും പള്ളിയെപ്പറ്റി എന്തെങ്കിലും അനാശാസ്യമായ ഒരു കാര്യം ചെയ്തു പറഞ്ഞു, പള്ളി കയറാത്തവൻ പോലും കുരിശ് യുദ്ധത്തിൽ ഇറങ്ങും. പള്ളിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ആത്മാർത്ഥതയില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ കഷ്ടാനുഭവത്തെപ്പറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നടന്ന വഴി ഏതാണ്? ഈ ദുഃഖത്തിൻ്റെ വഴി വയാ ഡൊലോറസ എന്ന് പറയും. ഈ ദുഃഖത്തിൻ്റെ വഴി എന്താണ് എന്ന് നാം കണ്ടുപിടിക്കുകയില്ലേ? യേശുവിൻ്റെ മാർഗം, യേശുവാണ് വഴി, യേശു ആണ് വഴി എന്ന് പറയുന്ന നാം അത് ദുഃഖത്തിൻ്റെ വഴിയാണ് എന്ന് നാം തിരിച്ചറിയുന്നില്ല. നമുക്ക് ദുഃഖം അല്ലെങ്കിൽ പീഡാനുഭവം അല്പം പോലും സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ് നാം യേശുവിനെ ആശ്രയിക്കുന്നു എന്ന് ആത്മാർത്ഥതയില്ലാതെ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് ഈ ദുഃഖ വെള്ളിയാഴ്ചയിലെങ്കിലും നമുക്ക് നമ്മോട് തന്നെ ഒന്ന് സമ്മതിപ്പാൻ ഉള്ള ശക്തി ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, എന്താണ് ഈ കഷ്ടാനുഭവത്തെ പറ്റിയുള്ള നമ്മുടെ ദുഃഖം? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ദുഃഖം എന്നത് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. ദുഃഖത്തെ ഒരിക്കലും ആചാരമാക്കി നിങ്ങൾ അധപ്പതിപ്പിക്കരുത്. ദുഃഖമെന്നത് വ്യക്തിഗതമാണ്. എനിക്ക് അതിൽ ആഴമായ വ്യക്തിപരമായ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ അടുപ്പമില്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് ദുഃഖിക്കുന്നത്? ഇപ്പോൾ ഞാൻ വസിക്കുന്ന ഗ്രാമത്തിൽ ഒരു വ്യക്തി മരിച്ചു. സഹജീവികൾ പൊലിഞ്ഞു പോകുന്നതിനെപ്പറ്റി ആർക്കും സന്തോഷമുണ്ടാകരുത്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തി മരിക്കുന്നതും എൻ്റെ അടുത്ത ഒരു ബന്ധു മരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ സംഭവത്തെപ്പറ്റി എല്ലാവരെ പോലെ ഒരു ശോകം, ആ വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ശോകം അനുഭവിക്കണമെന്നതൊരു സാമൂഹ്യ കടമയാണ്. അതൊരു വൈകാരികമായ യാഥാർത്ഥ്യം ആകണമെന്നില്ല. എല്ലാവരും മനുഷ്യരായാൽ അങ്ങനെ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അല്പം ഒരു 5 സെക്കൻഡ് നേരം 10 സെക്കൻഡ് നേരം മുഖം ഒന്ന് മ്ലാനമാക്കി ഒന്ന് കാണിക്കുക നമ്മുടെ കടമയാണ്. അല്ലാതെ അങ്ങ് ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന കറിയാച്ചൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അതുകൊണ്ട് ഞാൻ ഇനിയും ഇഷ്ടമുള്ള നാൾ മുഴുവൻ കരഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കുരിയാച്ചനെയും തോമാച്ചനെയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. കാരണം അത് സാധ്യമല്ല എന്നുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് വ്യക്തിപരമായ ബന്ധമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ദുഃഖം അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നാം അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ മാറ്റ്, അതിൻ്റെ തോത് നാം യേശുവിനോട് പാലിക്കുന്ന വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ്. അവനുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്തവർ എങ്ങനെയാണ് അവൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ഈ ദുഃഖം അനുഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്പം പോലും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ ദുഃഖം എന്നത് ഇത് പൊതുവായി പ്രദർശിപ്പിക്കേണ്ട കാര്യവുമല്ല. ആചാരങ്ങൾ പൊതുവായി പ്രദർശിപ്പിച്ചാൽ മാത്രമേ ശരിയാകുകയുള്ളൂ. അനുഭവങ്ങൾ സ്വകാര്യമായിരിക്കണം. അതുകൊണ്ടാണ് യേശു എപ്പോഴും വ്യക്തമായി അതിശക്തമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്, നിങ്ങൾ ആത്മീകമായ ഒരു കാര്യവും പരസ്യത്തിൻ്റെ സ്റ്റേജിൽ കൊണ്ട് അവതരിപ്പിക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ ഒറ്റ തവണ വായിച്ചാൽ ഞാൻ പറയുന്നത് പരമാർത്ഥമാണെന്ന് മനസ്സിലാകും. നിങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഒന്നും ആത്മാർത്ഥതയുള്ളതായിരിക്കുകയില്ല. അതുകൊണ്ടാണ് രഹസ്യത്തിലുള്ള പിതാവിനോട് നിങ്ങൾ ബന്ധം പുലർത്തണം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ദുഃഖമുണ്ട് എങ്കിൽ
അത് നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അനുഭവങ്ങളെ അവസ്ഥകളെയും കാണുന്ന പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സക്രമന്തായി അർപ്പിപ്പീൻ. അല്ലാതെ ദുഃഖവെള്ളിയാഴ്ച പോയി കഞ്ഞിയും ചുറുക്കായും കഴിക്കാം, അതെല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്തില്ലെങ്കിൽ നാണക്കേടാണ്, പാരമ്പര്യ ക്രിസ്ത്യാനി, മതിലെ കളിച്ച ക്രിസ്ത്യാനി ചെയ്യേണ്ട കടമയാണ് എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോകുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ പീഠാനുഭവത്തിൽ ദുഃഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാഷയോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇനി മൂന്നാമതായിട്ട്, ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം? ദുഃഖമെന്നത് ആഴമുള്ള അനുഭവമാണ് എന്ന് ഞാൻ പറയാതെ അവർക്കും അറിയാം. ആഴത്തിൻ്റെ അനുഭവത്തിൽ ആയിത്തീരുന്നവർ രൂപാന്തരം പ്രാപിക്കും. അത് ഒരു നിയമമാണ്, മാറ്റമില്ലാത്ത നിയമമാണ്. നാം ആഴങ്ങളോട് സ്പർശിച്ചാൽ രൂപാന്തരം പ്രാപിക്കും. ഇപ്പോൾ നമ്മളൊരു വിത്ത് വിതയ്ക്കുന്നു. വിതയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആഴത്തോട് ബന്ധം സ്ഥാപിക്കുക എന്നല്ലേ. ഈ വിതയ്ക്കാനുള്ള വിത്ത് നമ്മുടെ മുറിക്കകത്ത് ഒരു കുപ്പിയിലിട്ട് വെച്ചിരുന്നാൽ അത് മുളയ്ക്കാത്തതും അത് ഫലം പുറപ്പെടുവിക്കാത്തതും എന്തുകൊണ്ടാണ്? ആ വിത്തിന് ആഴത്തോട് ബന്ധം പുലർത്തുവാനുള്ള അവസരമില്ലാഞ്ഞിട്ടാണ്. കർഷകനൊരു വിത്ത് വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെടി നടുമ്പോൾ അവൻ ചെയ്യുന്നത് എന്താണ്? ആ വിത്തിനോ ആ ഒരു ചെടിക്കോ, കുഞ്ഞു ചെടിക്കോ ആഴത്തോട് ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ നടുന്ന ചില ചെടികൾ, അങ്ങനെ വിതയ്ക്കപ്പെടുന്ന ചില വിത്തുകൾ മുളയ്ക്കാതെയും വളരാതെയും ഇരിക്കും. കാരണം അവയ്ക്ക് ആഴത്തോട് ബന്ധം സ്ഥാപിപ്പാനും പുലർത്തുവാനുള്ള കഴിവില്ലാത്തത്. ഇപ്പം നമ്മൾ പതിര് വിതച്ചാൽ കൊയ്ത്തുണ്ടാകുകയില്ല. കാരണം എന്താണ്? പതിരിന് ആഴത്തോട് ബന്ധം പുലർത്താനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ഒറ്റ കാരണമാണ്, വേറെ ഒരു കാരണവുമില്ല. അപ്പോൾ ഒരു കടുക് മണി അല്ലെങ്കിൽ ഗോതമ്പ് മണി വീണ് പൊട്ടി മുളച്ച് അതിൻ്റെ വേരാഴത്തിലേക്ക് പോകുമ്പോൾ അത് വളർന്ന് അതുകൊണ്ട് ഫലമുണ്ടാകുന്നു. അപ്പോൾ ഈ ആഴത്തിൻ്റെ അനുഭവമാണ് ദുഃഖമെന്നത്. അതൊരു കോസ്മെറ്റിക് അനുഭവമല്ല. മുഖത്ത് പൗഡർ ഇടുന്നത് പോലെ അല്ല ദുഃഖം. സിനിമയിൽ ആളുകൾ ആക്ട് ചെയ്യുന്നത് പോലെ അല്പം ഉള്ളി അല്ലെങ്കിൽ ഗ്ലിസറിൻ കണ്ണിലൊന്ന് തേച്ചിട്ട് എന്ന് പറഞ്ഞ് ദുഃഖമല്ലത്. ആത്മാവിലും സത്യത്തിലും ദുഃഖമനുഭവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ, അവരുടെ വ്യക്തിത്വത്തിൽ രൂപാന്തരം ഉണ്ടാകും. പിന്നിട്ട് എന്തേ നാം ഇങ്ങനെ ആയിപ്പോയത്? ഞാനിങ്ങനെ പറയുമ്പോൾ പലരും ഇപ്പോൾ ഈയിടെ എന്നോട് ചോദിക്കും, തനിക്ക് നല്ല കാര്യം കാണാൻ കണ്ണില്ലേടോ എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ചോദ്യം, ഒന്നാം തരം ചോദ്യം. ഞാൻ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ ഉത്തരം കടലാസ്, ആൻസർ ബുക്സ്, അത് വാല്യൂറ്റ് ചെയ്യുമ്പോൾ തെറ്റുകളാണ് ചുവന്ന മഷി കൊണ്ട് വരയിടുന്നത്. കാരണം അത് ശ്രദ്ധിച്ചാൽ മാത്രമേ അത് തിരുത്തി കൂടുതൽ മേൽത്തരമായി മുൻപോട്ട് പഠിക്കുവാനും എഴുതുവാനും പുരോഗതി പ്രാപിപ്പാനും സാധ്യമാകുകയുള്ളൂ. സതുദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന കാര്യത്തെ എൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ അവരും ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. അവരും ഈ ദുഃഖ വെള്ളിയാഴ്ച യേശു എന്തുകൊണ്ട് കഷ്ടം സഹിച്ചു എന്ന് മനസ്സിലാക്കുന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. യേശു കഷ്ടം സഹിച്ചത് യേശുവിന് ഭ്രാന്തുണ്ടായിട്ടല്ല. യേശു കഷ്ടം സഹിക്കുന്നത് വല്ലവരുടെയും കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ല. യേശു കഷ്ടം സഹിച്ചത്, പലരെയും 3 ആണിമേൽ തറച്ചു എന്ന് കേട്ടിട്ടുണ്ട്, അത് നല്ല ഒരു അനുഭവമായിരിക്കും, അതെന്താ എനിക്കും കൂടെ ആയിക്കൂടെ എന്ന് വിചാരിച്ചിട്ടല്ല. യേശു കഷ്ടം സഹിച്ചത് സ്വന്തം കുറ്റം അത്ര ഭീകരമായിട്ടല്ല, അതിന് ശിക്ഷയായിട്ടല്ല, പിന്നെ എന്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ. നിങ്ങൾക്ക് സൽഗുണപൂർണത എന്ന് പറയുന്ന മഹനീയ ലക്ഷ്യത്തിലേക്ക് പുരോഗമിക്കണമെങ്കിൽ അതിന് ചില സഹായം ആവശ്യമാണ്. നിങ്ങളുടെ ആ പാതയിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഹിൻഡ്രൻസസ്, തടസ്സങ്ങളുണ്ട്. അതിനെ നീക്കാൻ വന്നവനാണ് ഞാനാണ് വഴി. നിങ്ങൾ സൽഗുണപൂർണതയിലേക്ക് പ്രയാണം ചെയ്യാനുള്ള വഴി ഞാനാണ്. അതേ കാരണം കൊണ്ടാണ് യേശു കഷ്ടം സഹിക്കേണ്ടി വന്നത്, പീഡാനുഭവത്തിലായിപ്പോകേണ്ടത്. ഇത് മനസ്സിലാക്കാതെ ആ ലക്ഷ്യത്തോട്
ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യേശു കഷ്ടം അനുഭവിച്ചത്, ക്രൂശിൽ മരിച്ചത്, അതിനോട് യാതൊരു വിധത്തിലുള്ള പ്രതിപത്തിയോ താല്പര്യമോ ഇല്ലാതെ അവൻ്റെ ദുഃഖത്തിൽ എനിക്ക് പങ്കുണ്ട് എന്ന് പറയണമെങ്കിൽ ഒന്നിൽ ഭ്രാന്താണ്, അല്ലെങ്കിൽ തികച്ചും ആത്മാർത്ഥമില്ലാത്ത ഒരു നാടകമാണിത്. എനിക്ക് തീർച്ചയായും മനസ്സിലാക്കാം, എനിക്ക് ബഹുമാനിക്കാം. എന്താണ്? യേശുവിൻ്റെ പീഡാനുഭവത്തോടുള്ള ഈ ഒരു സഹകരണത്തിൽ അതിനോട് ഇണചേർന്നുകൊണ്ട്, അതിനോട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇന്നേ ദിവസം ധ്യാനിക്കുന്ന വ്യക്തികൾ, എന്തിനു വേണ്ടി കുറ്റമില്ലാത്തവൻ ഈ വലിയ ശിക്ഷ ഏറ്റുവാങ്ങി, അതിൻ്റെ ആവശ്യമെന്തായിരുന്നു, അതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു എന്നത് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് സമരസപ്പെട്ട് ആ വഴിയിൽ അവനോട് കൂടെ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ ഈ ദുഃഖ അനുഭവം, ആത്മീയ ദുഃഖ അനുഭവം, അതിൽ പങ്കെടുക്കുമ്പോൾ അത് അതുല്യമായ ഒരവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ, എന്ന് മാത്രവുമല്ല, ഇന്ന് വിവിധ പള്ളികളിൽ നടക്കാൻ പോകുന്ന ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആശയം ഒരു വ്യക്തി പോലും, ഒരു പാദ്രി പോലും, ഒരു മെത്രാൻ പോലും അവതരിപ്പിക്കുകയില്ല, നിശ്ചയം. അതായത് വളരെ ലളിതമാണ്. നിങ്ങൾക്ക് സൽഗുണപൂർണ്ണത പ്രാപിക്കുവാൻ അത്യാവശ്യമുണ്ട്. അതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നതിന് വഴിയായിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ടാണ് ഇത് അനിവാര്യമായി എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന് യേശു കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കെ, യേശു സഹിക്കുന്ന ഈ പീഡനം, കഷ്ടം, അരിഷ്ടത മുഴുവനും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നാം ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിലെ വിളക്കായി, വെളിച്ചമായി ശോഭിക്കേണ്ടതിനാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് സമരസപ്പെട്ട് ആ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു വലിയ അനുഭവമാണ്. അത്ഭുതം നിറഞ്ഞ, ലോകത്തിൽ ഇതിന് സമാനമായ മറ്റൊന്നും വെക്കാനില്ലാത്ത ഒരവസ്ഥയും അനുഭവമാണ്. അതിനെ ഞാൻ മാനിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒരു നാടകശാലയിൽ എന്ന പോലെ ദുഃഖം അഭിനയിച്ച് വരുന്ന ആളുകളെ കാണുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. അതാണ് എൻ്റെ ദുഃഖം. ഈ ദുഃഖ വെള്ളിയാഴ്ചയിൽ ഞാൻ ദുഃഖിക്കുന്നു. ഇതാണ് എൻ്റെ ദുഃഖം. പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തട്ടെ. യേശുവിന് ഇതൊക്കെ നന്നേ അറിയാമായിരുന്നു. മനുഷ്യൻ ഇപ്രകാരമൊക്കെ നാടകം കളിക്കും, വേഷം കെട്ടുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്രൂശം വഹിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകുമ്പോൾ അവൻ്റെ പിറകെ മാടത്തടിച്ച് വിലപിച്ചുകൊണ്ട് വന്ന യെരൂശലേം പുത്രിമാരെ കണ്ട് യേശു എന്താണ് പറഞ്ഞത്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെപ്പറ്റി വിലപിക്കരുത്, നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ മക്കളെപ്പറ്റിയും നിങ്ങൾ വിലപിപ്പീൻ. അത് എത്രയോ വലിയ വാസ്തവത്തിൽ ദുഃഖ വെള്ളിയാഴ്ച ആദ്യം പരാമർശിക്കേണ്ട പ്രസ്താവന ഇതാണ്. നിങ്ങളുടെ ഈ ദുഃഖ അഭിനയം, നന്നേ അഭിനയിപ്പാൻ കഴിവുള്ളവരാണ് നാം. ഇതിന് യാതൊരു വിലയുമില്ല. ഇത് ചപ്പും ചവറുമാണ്. സത്യത്തിൻ്റെ വെളിച്ചമായ യേശുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഈ പ്രഹസനത്തിൻ്റെ കച്ചട കൊണ്ട് ഇടരുത്. അത് മുന്നമേ കണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെപ്പറ്റി വിലപിക്കരുത്, എനിക്ക് നിങ്ങളുടെ ഈ കണ്ണുനീരിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇതൊരു വൈകാരികമായ ഇക്ലിയായി നിങ്ങൾ കണക്കാക്കരുത്. ഇതൊരു നാടകശാലയല്ല, ഇത് സത്യത്തിൻ്റെ തീജ്വാലയാണ്. ആ തലത്തിൽ ഇതിനോട് ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ തലമുറകൾക്ക് കഴിയത്തക്കവണ്ണം നിങ്ങൾ അവരെ പരിശീലിപ്പിക്കണമെന്നാണ് യേശു യെരൂശലേം കന്യകമാരോട് പറയുന്നത്. 2000 വർഷം കൊണ്ട് നമുക്കതിന്ന് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ദിവസമെങ്കിലും ദയവായി സത്യസന്ധത പാലിപ്പാൻ നമുക്കവർക്കും ഇടയാകട്ടെ. വേണ്ട, സത്യസന്ധത പാലിക്കേണ്ട ഒരു രംഗമാണ് എന്ന ഒരു വിദൂര തിരിച്ചറിവെങ്കിലും നമ്മുടെ മേൽ ഉദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.